ഹലോ നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം വാർത്തക്കകത്തൂടെ കണ്ടിരുന്നു. തെലങ്കാന മുഖ്യമന്ത്രിയോട് അല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് സിനിമ സ്റ്റൈലിൽ മറുപടി പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്, ഒരു മുഖ്യമന്ത്രി എങ്ങനെയാവരുത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ എങ്ങനെയാവരുത് എന്നുള്ളതിന്റെ ഒരു ചിത്രീകരണം, നേർ ചിത്രീകരണമാണ് നമുക്കത് എന്താണ് പിണറായി വിജയ സാർ ആവിഷ്കരിച്ചു തന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ മറ്റേ മോനെ എന്ന് അല്ലെങ്കിൽ ഡാഷ് മോനെ എന്ന് വിളിച്ചുകൊണ്ട് വരുന്ന ഒരു പിണറായിയാണ് കണ്ടത്. കുറിക്ക് കൊള്ളുന്ന മറുപടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേയധികം CPM പ്രവർത്തകര് അദ്ദേഹത്തെ എന്താണ് അങ്ങ് ഉച്ചത്തിൽ കയറ്റി നിർത്തുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അത് പറയാനുള്ളത്, ഒരു മുഖ്യമന്ത്രിയുടെ അധപതനം എത്രമാത്രം തരം താഴാമോ അത്രമാത്രം തരം താന്നു എന്നുള്ള ഒരു ഇതാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്. സോ ഫ്രണ്ട്സ്, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കാം. അതോടൊപ്പം തന്നെ എന്താണ് ലൈക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ വരികയാണെങ്കിൽ അത് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പം ഇതിനുള്ള ഈ ഒരു വിഷയത്തിന് ആസ്പദമായ സംഭവം ഇത്രയേ ഉള്ളൂ. തെലങ്കാന മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൽ വരികയും അപ്പം എന്താണ് നമ്മുടെ പോ മോനെ ദിനേശ എന്നുള്ള നമ്മുടെ മോഹൻലാലിന്റെ സിനിമ ഡയലോഗിനോട് സമാനമായിട്ട് എന്താണ് പോ മോനെ വിജയൻ എന്നാണ് ചെയ്തത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്ന് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചത്, എന്താണ് ജനങ്ങൾ പറയുകയുണ്ടായിരുന്നു, മോനെ വിജയ നീ ഇനി മാറി നിൽക്ക്, ഇനി അടുത്ത ഭരണസമിതി വരട്ടെ, അല്ലെങ്കിൽ അടുത്ത ആൾക്ക് എന്താണ് ഒരു അവസരം കൊടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് അവിടെ പരാമർശിച്ചത്. അതിൽ അസഭ്യമായ വാക്കുകളില്ല, ആക്ഷേപങ്ങളില്ല, ഒന്നുമില്ല. സാധാരണ ഒരു പോ മോനെ വിജയൻ എന്നാണ് പറഞ്ഞത്. അതിന് പ്രകോപിതനായിട്ടുള്ള നമ്മുടെ എന്താണ് മുഖ്യമന്ത്രി പകരം എന്താണ് ചെയ്തത്, പോടാ ഡാഷ് മോൻ എന്നതിനൊക്കെയുള്ള മറുപടി ഈ ഇലക്ഷൻ കഴിയുമ്പം റിസൾട്ട് കിട്ടുമ്പോഴത്തേക്ക് തരാം എന്നാണ് പറഞ്ഞത്. അപ്പം അതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ഒരു മുഖ്യമന്ത്രിയുടെ എന്താണ് ഒരു സംസ്കാര ശൂന്യത വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്, ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ അസഭ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംസ്കാരം പകർന്നു തന്നിട്ടുണ്ടെങ്കിൽ, സാധാരണക്കാരന് താഴത്തെ തട്ടിൽ നിൽക്കുന്ന നമ്മളെപ്പോലുള്ള ജനങ്ങൾ എന്താണ് അതിൽ നിന്ന് പഠിക്കുക, അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കുക എന്ന് എനിക്കറിയത്തില്ല. അപ്പം ഇതുപോലെ ഒന്നും ഒരിക്കലും ആവരുതെന്നാണ് നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊള്ളിച്ച് വേണമെങ്കിൽ ഡീകോഡ് ചെയ്തെടുക്കണം നമ്മള്. അപ്പൊ അത്രമാത്രം തരം താന്നു പോയി ഇപ്പോഴത്തെ പൊളിറ്റിക്സ് നിലവാരം എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, കോന്നി തൊട്ട് തുടങ്ങിയതാണ് മുഖ്യമന്ത്രിയുടെ കഷ്ടകാലം. അന്ന് കോന്നിയിൽ വെച്ച് അവരുടെ ഒരു പ്രസംഗത്തിൽ വെച്ച് കടുത്ത CPM പ്രവർത്തകനായിട്ടുള്ള ഏതോ ഒരു വ്യക്തി എഴുന്നേറ്റ്, സർ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്റെ വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞ ആ ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്. അത് മാത്രമല്ല, 2 മാസം മുന്നേ തന്നെ ഇവർ PR വർക്ക് തുടങ്ങിയതാണ് എന്നാണ്, നമ്മുടെ ലാലേട്ടനെ കൊണ്ടുവന്ന് PR ചെയ്താണ്. അതും പോരാഞ്ഞിട്ട് നമ്മുടെ പല യൂട്യൂബ് ചാനലായിട്ട് വാ മോനെ വാടാ കേറി വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഡയലോഗ് പറഞ്ഞ് അങ്ങനെ ഒരു ആസ്വദിക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് കേവലം ഒരു സിനിമ ഡയലോഗുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡയലോഗാന്ന് മുഖ്യമന്ത്രിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടാണ് ഇതുപോലെ കൊച്ചു പിള്ളേരെ പോലെ നിന്ന് പൊതുവേദിയിൽ നിന്ന് നിന്നെ അപ്പ കണ്ടോളാം ഡാഷ് മോനെ എന്ന് പറഞ്ഞത്. അപ്പം അതിന്റെ തെലങ്കാന മുഖ്യമന്ത്രിക്ക് കൊടുത്ത മറുപടിയാണ്. എന്നാൽ പോലും ഇങ്ങനെയൊന്നും ആകാൻ പാടില്ലായിരുന്നു. അതേ തുടർന്ന് മുഖ്യമന്ത്രി ഒരു പ്രസംഗം നടത്തുന്നുണ്ട്, ഒരു കവല പ്രസംഗം. അതാണ് ഏറ്റവും എന്താണ് നമുക്ക് ചിരി വരുന്ന ഒരു കാര്യം. ഏക്കായാലും ആ ഒരു പ്രസംഗം നമുക്ക് കാണാം. ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. രേവന്ത് റെഡ്ഡി ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാള് സാധാരണഗതിയിൽ കാണിക്കേണ്ട ചില രീതികൾ, നമ്മള് മര്യാദകൾ എന്നൊക്കെ പറയല്ലോ, അതൊക്കെ ഉണ്ട്. അതിനൊക്കെ ചേർന്ന രീതിയിലാണോ അദ്ദേഹത്തിന്റെ ഈ ഇടപെടൽ വന്നിട്ടുള്ളതെന്ന് അദ്ദേഹം തന്നെ സ്വയമേവ ചിന്തിക്കട്ടെ. ഏതായാലും അദ്ദേഹം പരസ്യമായിട്ട് ഉന്നയിച്ച സാഹചര്യത്തിൽ ഞാൻ പരസ്യമായി തന്നെ മറുപടി പറയാൻ പോകുന്നുണ്ട്, ആ മറുപടി കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനത് വിശദമായിട്ട് പറയുന്നത്, അത് പറഞ്ഞാൽ കുറെ വിശദമായിട്ട് പോകണം എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതുകൊണ്ട് രേവന്ത് റെഡ്ഡിയോട് ഡാഷ് മോനെ രേവന്ത മറുപടി വരുന്നുണ്ട് എന്ന് മാത്രമേ ഇപ്പൊ പറയാനോ. വളരെയധികം മോശമായി പോയി. ഇദ്ദേഹം തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് മുഖ്യമന്ത്രിക്ക് കുറച്ച് ക്വാളിറ്റി വേണം, കുറച്ച് മര്യാദ വേണം, അതെന്താണ് അത് പാലിക്കുക തന്നെ വേണമെന്ന്. അതേ മുഖ്യമന്ത്രി ആ ഒരു മുഖ്യമന്ത്രിയുടെ ക്വാളിറ്റി ഇതും കാണിക്കുന്നുണ്ട്. പരസ്യമായി തന്നെ രേവേന്ദ്ര സിംഗ് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പരസ്യമായി തന്നെ പറയുന്നു, മോനെ ഡാഷ് മോനെ പിന്നെ കാണാമെന്ന്. അപ്പം ഇവിടെ ആർക്കാണ് ക്വാളിറ്റി വേണ്ടുന്നത്? അപ്പൊ രണ്ടും ഈക്വൽ ആയില്ലേ? രണ്ടുപേരും ഈക്വൽ അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാകേണ്ടത്? ഈ മുഖ്യമന്ത്രി പറഞ്ഞ, അതായത് പിണറായി വിജയൻ പറഞ്ഞ ആ മര്യാദകളും താങ്കൾക്കും ബാധകമല്ലേ? പിണറായി വിജയനും ബാധകമല്ലേ? ആ മര്യാദ താങ്കളും പാലിക്കേണ്ടതല്ലേ? ഇതാണോ താങ്കൾ കൊടുക്കുന്ന ഒരു ഇത്?
ഇതിൽ നിന്ന് എന്ത് മെസ്സേജാണ് നമ്മളെ പോലെയുള്ള സാധാരണക്കാർ ഉൾക്കൊള്ളേണ്ടത്? അതും കൂടി ഒന്ന് പറഞ്ഞു തരുന്നെങ്കിൽ ഒന്ന് കൊള്ളാമായിരുന്നു. കാരണം ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിക്കലെന്ന് ഞാൻ ഡീകോഡ് ചെയ്ത് എടുത്തെടുത്ത് പറയാൻ കുറെ നമുക്ക് കഷ്ടപ്പെടേണ്ടി വന്നു. കാരണം ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഇതിനകത്തോടെ ഉള്ളത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പൊളിറ്റിക്സ് പരമായിട്ട് പറയാനുള്ള യോഗ്യതകൾ. ഇത്രയും ഇൻമെച്ചുവർ ആയിട്ടാണ് എന്താണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു രണ്ട് സംസ്ഥാനത്തുള്ള മുഖ്യമന്ത്രിമാർ തമ്മിലാന്ന് ഓർക്കണം. എന്നിട്ട് ഉപദേശിക്കുവാണ്, ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയെ ഉപദേശിക്കുവാണ്, ആ ഡാഷ്മാനെ ഞാൻ നിന്നെ പിന്നെ കണ്ടോളാന്ന്. വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു പരാമർശമായി പോയി. അത് എന്താ ഇത് സംഭവം എന്ന് വെച്ചാൽ നിയമത്തിന് മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥികൾക്ക് വേണ്ടി, ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ട്, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാനാണ് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് സിംഗ് ഇവിടെ എത്തിയിരുന്നത്. അപ്പം അങ്ങനെ ഒന്ന് എത്തിയപ്പോഴത്തേക്ക് ഒരു കാഷ്വൽ ആയിട്ട് ഒന്ന് സംസാരിച്ച് പോയ രീതിയിൽ പറഞ്ഞൊരു വാക്കാണ് പോമോനെ വിജയൻ എന്നുള്ള ഒരു വാക്ക്. അതിനകത്ത് അസഭ്യമായിട്ടൊന്നും പറയാനില്ല, കേസെടുക്കാനൊന്നുമില്ല. പക്ഷെ ഇവിടെ എന്താണ് പിണറായി വിജയൻ പറഞ്ഞ ഡാഷ് മോനെ എന്നുള്ള ഒരു വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഡാഷ് മോനെ അതൊരു മോശമായിട്ടുള്ള പദപ്രയോഗമായിരുന്നു എന്ന് തന്നെ ഒട്ടും തന്നെ ഒരു സംശയമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും എന്താണ് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിരിക്കുമ്പോഴത്തേക്ക് ആ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തരം താഴാൻ പാടില്ലായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. നമ്മൾ കുറേയധികം എന്താണ് പിണറായി വിജയന്റെ പദപ്രയോഗങ്ങൾ കണ്ടതാണ്. പരനാറി എന്ന് വിളിച്ചുകൊണ്ടും ചെറ്റകൾ എന്ന് പറഞ്ഞുകൊണ്ടും ഭയങ്കരമായിട്ട് ധാർഷ്ട്യം കാണിച്ചുകൊണ്ടും സ്വന്തമായിട്ട് ഒരു റേഡിയോ പോലെ മാത്രം സംസാരിച്ച് നമ്മുടെ അഭിപ്രായങ്ങളോ മീഡിയാസിനോ ഒന്നും ഒരു ചോദ്യങ്ങളും ചോദിക്കാൻ പറ്റാത്ത രീതിയിൽ വിലക്കിക്കൊണ്ട് ലാസ്റ്റ് വന്ന ഒരു പരാമർശമാണ് വീട്ടിൽ പോയി ചോദിച്ചോളാൻ. അതായത് CPM പ്രവർത്തകനോട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ സാധാരണ ഒരു പാർട്ടി പ്രവർത്തനവുമല്ല, സാധാരണക്കാരുടെ ഗതി ഒന്നും പറയാൻ വേണ്ടല്ലോ. അപ്പൊ ഇതൊക്കെ വളരെ മോശമായി പോയി. അത് ഈ ഒരു സാഹചര്യം, അതായത് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാല് ജനങ്ങളുടെ പിന്തുണ കിട്ടേണ്ട ഒരു സാഹചര്യമാണ്. 9-ാം തീയതി എന്താണ് വോട്ട് നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. അതോ ഇനി നേമത്താണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിന്ന് മത്സരിക്കുന്നത്. നേമത്ത് ഒരുപക്ഷെ അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഭൂരിപക്ഷം കുറഞ്ഞേക്കാം. കഴിഞ്ഞ പ്രാവശ്യം 50,000 ഏറെ വോട്ടിനാണ് ഭൂരിപക്ഷത്തോടെയാണ് ജയിച്ചെങ്കിൽ ഇത്തവണ 10-25,000 അല്ലെങ്കിൽ 20,000 താഴോട്ട് കുറഞ്ഞേക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പിണറായി വിജയൻ അത്രത്തോളം നേമത്തല്ല, ധർമ്മടത്തുള്ളവരും കൂടെ വെറുക്കുന്നു. ധർമ്മടത്താണ് പിണറായി വിജയൻ മത്സരിക്കുന്നത്. അപ്പം അവിടെ ഉള്ളവരും കൂടെ വെറുക്കുന്നു എന്നാണ് അത്രയധികം മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ജയിക്കും, ധർമ്മടത്ത് ജയിക്കുക തന്നെ ചെയ്യും. പക്ഷെ ഭൂരിപക്ഷം കുറയും. അപ്പം അതൊരു പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് ഒന്നും കൂടെ ഇനി നമ്മൾ എന്ത് പഠിപ്പിക്കാനല്ലേ? 10 വർഷം കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ വായിന്നാണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും മറക്കണ്ട, 9-ാം തീയതിയാണ് വോട്ട്. നോക്കും കണ്ടും ഒക്കെ വോട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടവരെ ശ്രദ്ധിക്കുക. ബൈ.